എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പൗർണമിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ജോലിക്ക് ശ്രമിക്കുന്നവര് ഒരുപാട് പേരുണ്ടായിരിക്കും, നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ, ഇതിപ്പോ ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇതെന്റെ വാട്സാപ്പ് നമ്പറാണ്, ഇതില് മെസ്സേജ് അയക്കുക കേട്ടോ. മെസ്സേജ് അയക്കുക, അത് വിളിക്കുക, എന്തെങ്കിലും ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്ത് അതിന്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ. അപ്പൊ അതിന് പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പൊ ജോലി തടസ്സം, അലിവോ തടസ്സം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് പരിഹാരം എന്ന് നോക്കിയിട്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് എല്ലാം നടക്കും കേട്ടോ. അപ്പൊ പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആവശ്യമുള്ളവര് എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് നല്ലൊരു ജോലി കിട്ടുമോ? 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 യൂണിവേഴ്സ്, യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് നല്ലൊരു ജോലി കിട്ടുമോ? യൂണിവേഴ്സ്, നല്ലൊരു ജോലി കിട്ടുമോ? യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് 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 നല്ലൊരു ജോലി കിട്ടുമോ? യൂണിവേഴ്സ്, നല്ലൊരു ജോലി കിട്ടുമോ? യൂണിവേഴ്സ്, അമ്മ യൂണിവേഴ്സ്, നല്ലൊരു ജോലി കിട്ടുമോ? 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 നല്ലൊരു ജോലി കിട്ടുമോ? നല്ലൊരു ജോലി കിട്ടുമോ? എൻ്റെ നല്ലൊരു ജോലി കിട്ടുമോ? എൻ്റെ നല്ലൊരു ജോലി കിട്ടുമോ? അപ്പൊ നമുക്ക് റെഡിയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു മനോഹരമായൊരു തുടക്കാണ്. എന്നുവെച്ചാ ഒരു അത്ഭുതം തന്നെ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കാൻ പോണെന്നാ പറയണത്. നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. സോറി, പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം നിങ്ങൾക്ക് കിട്ടും, ഒരു സന്തോഷ വാർത്ത കിട്ടാം. ഇപ്പൊ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉടനെ കിട്ടാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ളൊരു സമയമായി എന്നാണ് പറയുന്നത്.
വളരെ നല്ലൊരു സമയമാണ് പറയുന്നത്. പിന്നെ സോറി, നിങ്ങൾക്ക് നിങ്ങൾ നല്ല കഠിനാധ്വാനികളാണ്, നിങ്ങൾ നല്ല പക്വതയുള്ളവരാണെന്നാണ് പറയണത്. നിങ്ങള് ചെയ്യുന്ന സ്വന്തം കുടുംബത്തിന്റെ ഒക്കെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് പരിപാലിക്കുന്ന ഒരു വ്യക്തികളാണ്. നിങ്ങൾക്ക് നല്ല സുരക്ഷിതത്വം എല്ലാം നേടിയെടുക്കാനുള്ള നിങ്ങൾക്ക് സാധിക്കും. നല്ല ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങളെ. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പൈസയൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് പൈസയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ധനപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇനി ഉയർച്ച വരാനാണ് പോകുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ജീവിതത്തില് വരാനാണ് പോകുന്നത്. എല്ലാം നിറഞ്ഞൊരു എല്ലാ സൗഭാഗ്യ സന്തോഷമൊക്കെ നിറഞ്ഞൊരു കുടുംബമൊക്കെ ഉണ്ടാവാനും അങ്ങനെ പൈസയും എല്ലാം നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ളൊരു സാഹചര്യം വരുന്നത്. നിങ്ങൾ എല്ലാത്തിനും നല്ല ടോപ്പായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നിങ്ങള്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല പവർഫുൾ പേഴ്സൺ ആണ് നിങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ട്. നല്ല അടുക്കും ചിട്ടയൊക്കെ ഉള്ള ഒരു ആൾക്കാരാണ് നിങ്ങള്. സ്വന്തം തീരുമാനത്തിൽ കുറച്ച് നിങ്ങൾക്ക് ആൾക്കാരാണ്. സ്വന്തം തീരുമാനത്തിനനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ പോലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കേട്ടോ. സത്യസന്ധമായി മാത്രമൊക്കെ ഏതൊരു കാര്യമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. ട്രഡീഷണൽ പേഴ്സൺ ആണ് നിങ്ങൾ. ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അധികം പേടിയൊന്നുമില്ല, നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തികളാണെന്നാണ് പറയുന്നത് നിങ്ങള്. പിന്നെ എന്താണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലായാലും ബിസിനസ്സിലായാലും ഒക്കെ നല്ല വൈദഗ്ധ്യം ഉള്ളവരാണ് നിങ്ങൾ കേട്ടോ. ചെയ്യുന്ന ജോലിയിലൊക്കെ വളരെ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് നിങ്ങളെ. നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട്. നിങ്ങളുടെ കഴിവിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ അംഗീകാരങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യും കേട്ടോ. പൈസയൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയാണ്. നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇനി ലാഭം ഉണ്ടാവാനാണ് പോണത്. കൂടുതൽ ലാഭം ഉണ്ടാവാനായിട്ട് കുറച്ച് കൂടുതൽ പ്രയത്നിക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ സിനിമയോ സോഷ്യൽ മീഡിയയോ അങ്ങനെയൊക്കെ മേഖലകളിലൊക്കെ അറിയപ്പെടാനൊക്കെ ഒരു സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ അതും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ കഴിവിനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഒരു ജീവിക്കാനാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിച്ചുകൊണ്ട് പോവാ, ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് പോവാ. കൂടുതൽ ദേഷ്യം വരാതെയൊക്കെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോണം കേട്ടോ. റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും നിങ്ങളൊരു ബാലൻസ് കീപ്പ് ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം നല്ല ഗുണങ്ങളാണ് വരാൻ പോകുന്നത്. പിന്നെ ചാരിറ്റി കാർഡാണ് വന്നത്. അതും ഒരു പോസിറ്റീവ്, നിങ്ങളൊരു പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് ഇനി മൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളിലേക്ക് എല്ലാം നല്ല കാര്യങ്ങളാണ് വരുന്നത്. എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. നല്ലൊരു ജോലിക്കും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ആഡംബരമായിട്ടും എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് നിങ്ങൾക്ക് ഇനി വരുന്നത് കേട്ടോ. നിങ്ങൾ നല്ല വിൽ പവർ ഉള്ള നല്ല കോൺഫിഡൻസും നല്ല വിൽ പവറും നല്ല സ്ട്രെങ്ത്തും ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പോയാൽ, നിങ്ങൾ എല്ലാം നോക്കി കൊണ്ടുപോയി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല ലാഭം ഉണ്ടാവും. എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യം എന്താ, നല്ലൊരു ജോലി കിട്ടണം എന്നല്ലേ, ആ ലക്ഷ്യം നിങ്ങളെ മുന്നോട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധിക്കും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി എന്താണ് അതിന്റെ തടസ്സം, നിങ്ങൾക്ക് എന്താണ് ജോലി കിട്ടാനൊരു തടസ്സം എന്ന് നോക്കി അതിന്റെ പരിഹാരം ചെയ്തു പോയാലേ ജോലി കിട്ടുള്ളൂ കേട്ടോ. വെറുതെ റീഡിങ് മാത്രം കണ്ടിട്ട് ജോലി കിട്ടണമെന്ന് പറഞ്ഞ് സാധിക്കില്ല. അപ്പൊ ആ റീഡിങ് എടുത്തിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്കുള്ള തടസ്സങ്ങളെ നല്ലൊരു ജോലി കിട്ടാൻ, അപ്പൊ അതിന്റെ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും കേട്ടോ. അതിനൊരു പേഴ്സൺ റീഡിങ് എടുക്കണം. അപ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള എനർജി വരിക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തടസ്സങ്ങളെന്ന് നിങ്ങളുടെ റീഡിങ് എടുക്കുമ്പോ അറിയാം. അപ്പൊ അതിന്റെ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും കേട്ടോ. പിന്നെ 7 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. 7 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ കുറച്ച് എന്തൊക്കെയോ സമ്മർദ്ദം അനുഭവപ്പെടുന്നെന്നാ പറഞ്ഞത്. ഇപ്പൊ ജോലി ചെയ്യണ സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒത്തിരി സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറയണത്. ഒരു തർക്ക വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്.
പിന്നെ ജസ്റ്റിസ് വന്നത് അത് നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകണം. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു നീതി കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും കോടതി കേസായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് അനുകൂലമായിട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ് പറയുന്നത്. എന്ത് ലീഗലായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ജോലി എല്ലാത്തിനും നിങ്ങൾക്ക് നീതി കിട്ടും. ഇപ്പൊ നിങ്ങൾ വല്ല ഇതിൽ കിടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സാഹചര്യമാണ്, സമയമായെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഇതിന് യെസ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഒരു സമയമായി എന്നാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഇത് കാർഡാണ്, മജീഷ്യൻ കാർഡ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഒരുപാട് കഴിവുകളുണ്ട്. മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ. നല്ല ധൈര്യശാലികളാണ്, വളരെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒന്നിനും ഭയമില്ലാത്ത, അധികം ഭയമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്കുള്ള ആൾക്കാരാണ് നിങ്ങളെ ആരും നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഒരാളുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യാനും നിങ്ങൾക്ക് അത്ര താല്പര്യമില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ എല്ലാ ഐശ്വര്യം സെലിബ്രേഷനും എല്ലാം വരാൻ പോകണം. അപ്പൊ ഒരു ജോലി കിട്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക. എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടും എന്നാണ് പറഞ്ഞത് കേട്ടോ. യെസ് ഓർ നോല് യെസ് ആണ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ അതിന് നോക്കിയിട്ട് പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് അതിന്റെ എന്താണ് തടസ്സം എന്ന് നോക്കിയിട്ട് ആ തടസ്സങ്ങൾ തീർത്തു പോയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. വെറുതെ റീഡിങ് കണ്ടതുകൊണ്ട് ജോലി കിട്ടൂല കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. റീഡിങ് കണ്ടു കഴിഞ്ഞാൽ മാത്രം ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നവർ ഉണ്ട്. അങ്ങനെ റീഡിങ് മാത്രം കണ്ടിട്ട് ജോലി കിട്ടൂല. അപ്പൊ അതിനെന്താണ് പരിഹാരങ്ങൾ, എന്താണ് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അത് കണ്ടിട്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്തു പോയാലാണ് ജോലി കിട്ടാട്ടോ. അല്ലാണ്ട് വെറുതെ റീഡിങ് മാത്രം കണ്ടുകൊണ്ട് അത്ര ഗുണങ്ങൾ വരില്ല. കാണുന്നോണ്ട് കുഴപ്പമില്ല, റീഡിങ് കാണുന്നത് നല്ലത് തന്നെയാണ്. ഒരു പേഴ്സൺ റീഡിങ് എടുത്ത് അതിന്റെ തടസ്സങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് തടസ്സങ്ങൾ തീർത്തു പോകണം എല്ലാത്തിനും. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാ നന്മകളും നിങ്ങളിലേക്ക് വന്നുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് ഒരു തടസ്സം കൂടാതെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നൈറ്റ് ഓഫ് പെന്റക്കൽസ് അതെന്താ, നിങ്ങൾ നല്ല വിശ്വസിക്കാവുന്ന ഒരാൾക്കാരാണെന്നാണ് പറഞ്ഞത്. നല്ല എളിമയൊക്കെ ഉള്ള ഒരാളാണെന്നാണ് പറയണത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. എന്നാലും നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് ഒരാള് ഉണ്ടായാല് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത് കേട്ടോ. പിന്നെ 6 ഓഫ് പെന്റക്കൽസ് ഉണ്ട്, 6 ഓഫ് സോർട്സ് ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇനി മെച്ചപ്പെടാൻ പോകുന്നു എന്നാ പറയണത്. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഇനി സമാധാനത്തിലേക്ക്, ഐക്യത്തിലേക്കൊക്കെ നീങ്ങാൻ പോകുന്നു. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. ബുദ്ധിമുട്ടുകളുടെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു, ആ സമയം കഴിഞ്ഞു. ഇനി നല്ല മികച്ച ഭാവിയിലേക്ക് പോകുന്നതാണ് പറയണത്. നിങ്ങൾക്ക് ഇപ്പൊ വിദേശത്ത് പോകാനൊക്കെ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് ഒരു സാധ്യത പറയുന്നു. കുടുംബത്തോടൊപ്പം അല്ലാതെ ഒറ്റയ്ക്കൊക്കെ വിദേശത്ത് പോകാനൊരു സാഹചര്യം പറയുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാനും അതിന് ആശ്വാസം കിട്ടാനും ഒരു രക്ഷപ്പെടലിനും പലായന യാത്രകൾ ചെയ്യാം, അന്താരാഷ്ട്ര യാത്രകൾ ചെയ്തൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുടെ അതിന് ഒരു രോഗശാന്തി വരാ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇനി പുരോഗതിയാണ്, മുന്നോട്ട് എല്ലാ പുരോഗതികളാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇനി ക്രമാനുഗതമായ മാറ്റം ഉണ്ടാവാൻ പോകുന്നു എന്നാ പറയണത്. എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ അകന്നു പോയി നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇനി വരുന്നു. നിങ്ങളുടെ അപകടങ്ങളെ എല്ലാ കാര്യങ്ങളും ഇനി എല്ലാ ദോഷങ്ങളെല്ലാം തീർന്ന് ഇനി നല്ല കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്നു. അപ്പൊ അതിനുള്ള പരിഹാരം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിലവിലെ പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരം വെച്ചാൽ അതൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും മറികടക്കാനും നിങ്ങളുടെ വേദനയിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കും. നല്ലൊരു ജോലി കിട്ടും എന്നാണ് യെസ് ഓർ നോ വന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് കാർഡ് വന്നു. നിങ്ങൾക്ക് എല്ലാം അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡുകളാണ് വന്നത്. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.